ഹരിശ്രീ ഗണപതേ നമ. അവിഘ്നമസ്തു. ഓം നമോ ഭഗവതേ വാസുദേവായ. പീതാംബരം കരവിരാജിതശംഖചക്ര കൗമോദഗീ സരസിജം കരുണാസമുദ്രം രാധാസഹായമതിസുന്ദരമന്ദഹാസം പാതാലേശമനിശം ഹൃദി ഭാവയാമി. ശ്രീ ഗുരുവായൂരപ്പാ ശരണം. ശ്രീമന്നാരായണീയം 93-ാം ദശകം. 24 ഗുരുക്കന്മാർ. ബന്ധുസ്നേഹം വിജഹ്യാം തവ ഹി കരുണയാ ത്വയ്യുപാവേശിതാത്മാ സർവം ത്യക്ത്വാ ചരേയം സകലമപി ജഗദ്വീക്ഷ്യമായാവിലാസം നാനാത്വാദ് ഭ്രാന്തിജന്യാത് സതി ഖലു ഗുണദോഷാവബോധേ വിധിർവാ വ്യാസേഥോ വാ കഥം തൗ ത്വയി നിഹിതമതേർവീതവൈഷമ്യബുദ്ധേ ക്ഷുതൃഷ്ണാലോപമാത്രേ സതതകൃതധിയോ ജന്തവഃ സന്ധ്യനന്ദാസ്തേഭ്യോ വിജ്ഞാനവത്വാത് പുരുഷൈഹവരസ്തജ്ജനിർദുർലഭൈവ തത്രാപ്യാത്മാത്മനഃ സ്യാത് സുഹൃദഭിചരിഭുർയസ്ത്വൈന്യസ്തചേതാസ്താപോച്ഛിത്തേരുപായം സ്മരതി സഹി സുഹൃത് സ്വാത്മവൈരീ തദോന്യാ ത്വത്കാരുണ്യേ പ്രവൃത്തേ ക ഇവ നഹി ഗുരുർലോകവൃത്തേപി ഭൂമൻ സർവാക്രാന്താപി ഭൂമിർനഹി ചലതി തത സക്ഷമാം ശിക്ഷയേയം ഗൃഹീയാമീശ തത്തദ്വിഷയപരിചയേപ്യപ്രസക്തിം സമീരാദ്വ്യാപ്തത്വം ചാത്മനോ മേ ഗഗനഗുരുവശാദ് ഭാതു നിർലേപദാ ച സ്വച്ഛസ്യാം പാവനോഹം മധുര ഉദകവദ്വന്നിവന്മാസ്മ ഗൃഹ്ണാം സർവാന്നീനോപി ദോഷം തരിഷുതമിവ മാം സർവഭൂതേഷ്വേയാം പുഷ്ടിർനഷ്ടികലാനാം ശശിനൈവ തനോർനാത്മനോസ്തീതി വിദ്യാം ത്വയാ ദിവ്യസ്തമാർത്താണ്ഡവതപി ച തനുഷ്വേകതാം ത്വത്പ്രസാദാത് സ്നേഹാദ്വാധാസ്തപുത്ര പ്രണയമൃത കപോദായിദോ മാസ്മ ഭൂവം പ്രാപ്തം പ്രാശ്നൻ സഹേയ ക്ഷുതമപി ശയുവത് സിന്ധുവത്സ്യാമഗാഥ മാപപ്തം യോഷിദാദൗ ശിഖിനിശലഭവത് ഭൃംഗവത് സാരഭാഗീ ഭൂയാസം കിന്തു തദ്വദ്ധനചയനവശാന്മാഹമീശ പ്രണേശം മാ ബധ്യാസം തരുണ്യാ ഗജൈവ വശയാ നാർജയേയം ധനൗഖം ഹർത്താന്യസ്തം ഹിമാധ്വീഹര ഇവ മൃഗവന്മാമുഖം ഗ്രാമ്യഗീതൈ നാത്യാസജ്ജേയ ഭോജ്യേ ഛശൈവ ബളിശേ പിംഗളാവന്നിരാശ സുപ്യാം ഭർത്തവ്യയോഗാത് കുരരൈവ വിഭോ സാമിഷോന്യൈർന ഹന്യൈ വർത്തേയത്യക്തമാന സുഖമതിശിശുവന്നിസ്സഹായശ്ചരേയം കന്യായാ ഏകശേഷോ വലയ ഇവ വിഭോ വർജിതാന്യോന്യഘോഷ ത്വച്ചിത്തോ നാവബുദ്ധ്യൈ പരമിഷു കൃതിവക്ഷ്മാഭൃതായാനഘോഷം ഗേഹേഷ്വന്യപ്രണീതേഷ്വഹിരിവ നിവസാന്യുന്ദുരോർമന്ദിരേഷു ത്വയ്യേവ ത്വത്കൃതം ത്വം ക്ഷപയസി ജഗദ്യുത്യൂർണനാഭാത് പ്രദീയാം ത്വച്ചിന്താ ത്വൽസ്വരൂപം കുരുതൈതി ദൃഢം ശിക്ഷയേ പേശകാരാത് വിഡ്ഭസ്മാത്മാ ച ദേഹോ ഭവതി ഗുരുവരോ യോ വിവേകം വിരക്തിം ധത്തേ സഞ്ചിന്യമാനോ മമ തു ബഹുരുജാ പീഡിതോയം വിശേഷാത്
ഹി ഹി മേ ദേഹമോഹം ത്യജ പവനപുരാധീശ യത് പ്രേമഹേതോർഗേഹേ വിത്തേ കളത്രാദിഷു ച വിവശിതാസ്ത്വത്പദം വിസ്മരന്തി സോയം വന്യേഷു നോ വാ പരമിഹ പരത സാമ്പ്രതം ചാക്ഷികർണത്വജിഹ്വാദ്യ വികർഷന്ത്യവശമതൈത കോപി ന ത്വത്പദാബ്ജേ ദുർവാരോ ദേഹമോഹോ യദി പുനരധുനാ തർഹി നിശേഷരോഗാൻ ഹൃത്വാ ഭക്തിം ദൃഢിഷ്ടാം കുരു തവ പദപങ്കേരുഹേ പങ്കജാക്ഷ നൂനം നാനാഭവാന്തേ സമധിഗതമിമം മുക്തിദം വിപ്രദേഹം ക്ഷുദ്രേഹാ ഹന്ത മാമാക്ഷിപ വിഷേരസേ പാഹി മാം മാരുതേശ കായേന വാചാ മനസേന്ദ്രിയൈർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാത് കരോമി യദ്യൽ സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. പീതാംബരം കരവിരാജിതശങ്കചക്രകൗമോദഗീ സരസിജം കരുണാസമുദ്രം രാധാസഹായമതിസുന്ദരമന്ദഹാസം വാതാലയേശമനിശം ഹൃദി ഭാവയാമി. കോമളം കൂജയൻ വേണും ശ്യാമളോയം കുമാരക വേദവേദ്യം പരം ബ്രഹ്മ വാസതാം പുരതോ മമ. ശ്രീഗുരുവായൂരപ്പാ ശരണം സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ദശകം 93. ഗുരുശിക്ഷാവർണ്ണനം. ബന്ധുസ്നേഹം വിജഹ്യം തവ ഹി കരുണയാ ത്വയ്യുപാവേശിതാത്മാ സർവം ത്യക്ത്വാ ചരേയം സകലമപി ജഗദ്ദീക്ഷ്യമായാ വിലാസം. നാനാത്വാൽ ഭ്രാന്തിജന്യാൽ സധികലു ഗുണദോഷാവബോധേ വിധിർവാ വ്യാസേധോ വാ കഥം തൗ ത്വയി നിഹിതമതേർവീതവൈഷമ്യബുദ്ധേ. ഭഗവാനെ, നിന്തിരുവടി എന്നിൽ കനിഞ്ഞാൽ ഞാൻ ബന്ധുസ്നേഹത്തെ ഉപേക്ഷിച്ചുകൊള്ളാം. സർവചരാചര പ്രപഞ്ചത്തെയും മായാകൽപ്പിതമെന്നു മനസ്സിലാക്കിയിട്ട് എല്ലാത്തിനെയും ത്യജിച്ചുകൊണ്ട് സഞ്ചരിക്കുവാൻ പോകുന്നു. ഇക്കാണപ്പെട്ടതെല്ലാം പരബ്രഹ്മം തന്നെയെന്ന് ഉറച്ചു വിശ്വസിക്കുന്ന എനിക്കു വിധികളും നിഷേധങ്ങളും എങ്ങനെ ബാധകമാകും? വിശപ്പും ദാഹവും അകറ്റുന്നതിൽ മാത്രം ശ്രദ്ധരായിരിക്കുന്ന ജന്തുക്കൾ ധാരാളമുണ്ട്. എന്നാൽ ചിന്താശക്തിയും ബുദ്ധിശക്തിയും ഉള്ള മനുഷ്യൻ മറ്റു കാര്യങ്ങളിൽ നിന്നും ഉത്കൃഷ്ടനായി ഭവിക്കുന്നു. അപ്രകാരമുള്ള മനുഷ്യജന്മം വളരെ ദുർലഭമാകുന്നു. അവരിലും താൻ തന്നെ തനിക്കു ബന്ധുവായും ശത്രുവായും ഭവിക്കുന്നുണ്ട്. യാതൊരുവൻ തൻ്റെ മനസ്സിനെ നിന്തിരുവടിയിൽ ഉറപ്പിച്ച് ജനന മരണ പ്രവാഹരൂപമായ സംസാരത്തിൽ നിന്നും കരകയറുവാനുള്ള മാർഗം ആരായുന്നുവോ അവൻ അവനു തന്നെ ബന്ധുവായി ഭവിക്കുന്നു. അല്ലാതെയുള്ളവൻ ശത്രുവായും തീരുന്നു. അല്ലയോ വിഷ്ണു, നിന്തിരുവടിയുടെ കാരുണ്യമുണ്ടായാൽ ലോകത്തിൽ ഏതൊരു വസ്തുവാണ് ഗുരു അല്ലാത്തത്? എല്ലാ പ്രപഞ്ച വസ്തുക്കളും ഗുരുക്കന്മാർ തന്നെയെന്നു വിവക്ഷ. ഭൂമിയെ സകല ജീവികളും ഒരു തരത്തിലല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ ആക്രമിക്കുന്നു. വെട്ടുക, കിളയ്ക്കുക, കുഴിക്കുക, നടക്കുക, ഓടുക ഇത്യാദികളെല്ലാം ഭൂമിയിൽ ചെയ്യപ്പെടുന്നു. പക്ഷേ ഭൂമിയാകട്ടെ ക്ഷമയോടെ ഇതെല്ലാം സഹിക്കുന്നു. അതുകൊണ്ട് സൽക്ഷമയെ ഞാൻ ഭൂമിയിൽ നിന്നും പഠിച്ചുകൊള്ളാം. അതുപോലെ അല്ലയോ ഈശ്വര, എന്തെല്ലാം വിഷയങ്ങളുമായി ബന്ധപ്പെട്ടാലും യാതൊന്നുമായും ആസക്തിയില്ലാതെ നിസ്സംഗതയോടെ വർത്തിക്കുന്ന സമത്വ ബുദ്ധിക്ക് വായുവിനെ ഗുരുവാക്കാം. ലോകത്തിലുള്ള സകലതിനെയും അത് സ്പർശിക്കുന്നു. എങ്കിലും യാതൊന്നുമായിട്ടും പ്രത്യേക മമതയില്ല. വ്യാപ്തിയും നിർലേപതയും ആകാശമാകുന്ന ഗുരുവിൽ നിന്ന് അഭ്യസിക്കാം. ആകാശം സർവത്ര വ്യാപിച്ചിരിക്കുന്നു.
എങ്കിലും മേഘാദികളുടെ സ്പർശം സംഭവിക്കുന്നില്ല. അതുപോലെ ആത്മാവ് ശരീരത്തിൻ്റെ അകത്തും പുറത്തും വ്യാപിച്ചിരിക്കുന്നു എങ്കിലും ശരീരസംബന്ധമായ ജനന മരണങ്ങൾക്ക് ആത്മാവിനെ സംബന്ധിക്കാൻ കഴിവില്ല. ഈ വക പാഠങ്ങളെല്ലാം ഭവാന്റെ കാരുണ്യമുണ്ടെങ്കിൽ മാത്രമേ മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. നിന്തിരുവടിയുടെ കാരുണ്യത്താൽ ഞാൻ ജലത്തെ പോലെ നിർമ്മലനായും പാപത്തെ കഴുകിക്കളയുന്നവനായും മധുരഗാനമാലപിക്കുന്നവനായും തീരും. അഗ്നിയെപ്പോലെ സർവഭക്ഷകനായി വർത്തിച്ചാലും പാപമില്ലാത്തവനായിരിക്കും. തടിക്കഷണങ്ങളിൽ പ്രവേശിച്ച അഗ്നി അതാതു തടിക്കഷണങ്ങളുടെ രൂപത്തിൽ തീക്കട്ടകളായി കാണപ്പെടുന്നതുപോലെ വ്യത്യസ്ത ശരീരങ്ങളിൽ പ്രവേശിച്ചിരിക്കുന്ന ആത്മാവാകുന്ന ഞാനും അതാത് ശരീരങ്ങളുടെ ആകൃതിയിൽ കാണപ്പെടുകയാണെന്നുള്ള ബോധം ഉണ്ടാകണം. എൻ്റെയും അവയുടെയും എല്ലാം ആത്മാവ് ഒന്നാണെന്ന ബോധം എനിക്ക് ഉണ്ടാകണം. കറുത്ത പക്ഷത്തിൽ നിഴൽ വീണ് ചന്ദ്രൻ്റെ കലകൾ ക്ഷയിക്കുകയും വെളുത്ത പക്ഷത്തിൽ നിഴൽ മാറി കലകൾ വളരുകയും ചെയ്യുന്നെങ്കിലും ശരി, ചന്ദ്രൻ്റെ വലിപ്പത്തിന് വ്യത്യാസമൊന്നും വരുന്നില്ല. അതുപോലെ ശരീരത്തിനു മാത്രമേ വൃദ്ധിക്ഷയങ്ങൾ ഭവിക്കൂ, ആത്മാവിന് ഭവിക്കുകയില്ല എന്ന് ഞാൻ ചന്ദ്രൻ എന്ന ഗുരുവിൽ നിന്നും മനസ്സിലാക്കും. യാതൊരു രീതിയിൽ ഒരേയൊരു സൂര്യൻ തന്നെ വിവിധ ജലാശയങ്ങളിൽ പ്രതിബിംബിച്ച് വ്യത്യസ്തമായി കാണപ്പെടുന്നുവോ, അതുപോലെ ഒരേയൊരു ആത്മാവു തന്നെയാണ് വ്യത്യസ്ത ശരീരങ്ങളിൽ കാണുന്നതെന്നു ഞാൻ സൂര്യനിൽ നിന്നും പഠിക്കും. കാട്ടാളനാൽ വലയിട്ട് പിടിക്കപ്പെട്ട കുഞ്ഞുങ്ങളെ കണ്ട് അവയിലുള്ള ഉത്കടമായ മമതയിൽ സ്വയം ആ വലയിൽ പതിച്ചു മൃത്യു വരിച്ച മാടപ്രാവിൽ നിന്നും അധികമായ മമത സന്താപത്തിനു കാരണമാകുന്നു എന്നു ഞാൻ പഠിക്കും. പെരുമ്പാമ്പ് യാദൃശ്ചികമായി തൻ്റെ സമീപത്ത് വന്നുപെടുന്ന ജീവികളെ മാത്രം ഭക്ഷിച്ച് വിശപ്പടക്കുന്നു. അതുപോലെ ജീവിക്കുവാൻ വേണ്ടി മാത്രം ഞാനും ഭക്ഷിക്കും, സുഖിക്കുവാനായി ഭക്ഷിക്കുകയില്ല എന്ന് താൽപ്പര്യം. സമുദ്രത്തിൽ നിന്നു ഞാൻ ഗാംഭീര്യത്തെ പഠിക്കും. കനകവും കാമിനിയും കാരണം ഞാൻ തീയുടെ ശോഭ കണ്ട് അതിൽ പതിച്ചു കരിഞ്ഞു വീണ ശലഭത്തെ പോലെ നശിക്കാൻ ഇടവരരുതേ. വണ്ട് പൂവിൽ നിന്നും അതിൻ്റെ സാരാംശമായ തേനിനെ മാത്രം സ്വീകരിക്കുന്നതുപോലെ ഞാനും ഏതിൻ്റെയും സാരത്തെ ഗ്രഹിക്കുവാനായി തീരണമേ. പക്ഷെ അല്ലയോ പ്രഭു, തേനുണ്ട് തേനുണ്ട് സന്ധ്യ വരെ താമരപ്പൂവിലിരുന്നിട്ട് രാത്രിയാകുമ്പോൾ പൂവ് കൂമ്പുകയാൽ ബന്ധനസ്ഥനാകുന്ന തേൻ വണ്ടിനെ പോലെ ഞാനും ധനസമ്പാദനത്തിൽ ദത്തശ്രദ്ധനായി നശിച്ചു പോകരുതേ. കുഴിയിൽ വീണിരിക്കുന്ന പിടിയാനയെ രക്ഷിക്കുവാൻ പോകുന്ന കൊമ്പനാനയും കുഴിയിൽ വീഴുന്നതുപോലെ അങ്കനമാരുമായുള്ള അംഗസംഗത്താൽ ഞാൻ ബന്ധിതനാകരുതേ. തേനീച്ചകൾ ശേഖരിച്ചു വയ്ക്കുന്ന തേൻ കവർന്നെടുക്കുന്ന മനുഷ്യരെ കണ്ടിട്ട് ധനശേഖരണം പാടില്ല എന്നു പഠിക്കേണ്ടതാകുന്നു. കാട്ടാളന്മാരുടെ വേണുഗാനത്തിൽ മോഹിക്കപ്പെടുന്ന മാനാകുന്ന ഗുരുവിൽ നിന്നും ലൗകികങ്ങളായ ഗാനങ്ങളാൽ മോഹിച്ചു പോകരുതെന്ന് പഠിക്കണം. ഭക്ഷണപദാർത്ഥങ്ങളിലെ ആസക്തി നാശകാരണമാകുന്നു എന്ന് ഇര കൊരുത്ത ചൂണ്ട വിഴുങ്ങി മരിക്കുന്ന മത്സ്യമെന്ന ഗുരുവിൽ നിന്നും പഠിക്കണം. പിങ്കള എന്ന ദാസിയെപ്പോലെ വിഷയാസക്തി ഉപേക്ഷിച്ചു ആശാരഹിതനായി ഉറങ്ങുമാറാകണമേ. സംരക്ഷണം ആവശ്യമായ എന്തു വസ്തുവിൻ്റെയും ഉടമസ്ഥത അന്യരുടെ ആക്രമണത്തിനു കാരണമാകുന്നു എന്നതിന് കുരരപ്പക്ഷി തന്നെ ഗുരു. മാംസകഷണവും കൊണ്ട് പറക്കുന്ന കുരരപ്പക്ഷി ശക്തരായ ശത്രുക്കളെ കണ്ടാലും തൻ്റെ ഭക്ഷണപദാർത്ഥം ഉപേക്ഷിക്കാത്തതിനാൽ കൊല്ലപ്പെടുന്നു. അല്ലയോ വിഭോ, വെറും പിഞ്ചു കുഞ്ഞിനെ പോലെ മാനാവമാനങ്ങൾ ഉപേക്ഷിച്ച് ഞാൻ ജീവിച്ചു കൊള്ളാം. കന്യകയുടെ ഒറ്റയ്ക്ക് കിടക്കുന്ന വള കൂട്ടിമുട്ടി ശബ്ദമുണ്ടാക്കാത്തതുപോലെ ബഹുജനങ്ങളോട് ചേർന്നുള്ള വ്യർത്ഥാലാഭങ്ങളില്ലാതെ വസിച്ചു കൊള്ളാം.
അമ്പുണ്ടാക്കുന്നവൻ അതിലെ ശ്രദ്ധ മൂലം രാജാവിൻ്റെ എഴുന്നള്ളത്തിലുള്ള ഭേരീനിനാദം പോലും കേൾക്കാതിരിക്കുന്നതുപോലെ ഞാൻ ഭവാനിൽ അർപ്പിച്ച മനസ്സോടുകൂടി ഇരിക്കുന്നതുകൊണ്ട് മറ്റൊന്നും അറിയാതെ ഇരിക്കണേ. സർപ്പം എലിയുടെ മാളങ്ങളിൽ വസിക്കുന്നതുപോലെ അന്യരാൽ നിർമ്മിക്കപ്പെട്ട ഗൃഹങ്ങളിൽ താമസിച്ചു കൊള്ളാം. ഭഗവാന്റെ ജഗത്സൃഷ്ടി സംരക്ഷണ സംഹാരങ്ങളെ ഞാൻ ചിലന്തി എന്ന ഗുരുവിൽ നിന്നും പഠിച്ചുകൊള്ളാം. രാവിലെ സ്വന്തം ഉദരത്തിൽ നിന്നുണ്ടാക്കുന്ന നൂൽ കൊണ്ട് ചിലന്തി വല കെട്ടാൻ തുടങ്ങുന്നു. വൈകുവോളം അതിനെ സംരക്ഷിച്ച് അതിൻ്റെ നടുവിൽ കഴിഞ്ഞുകൂടുന്ന ചിലന്തി സന്ധ്യയാകുമ്പോൾ അതിനെ അഴിച്ചു വിഴുങ്ങി ഏകനായി ഇരിക്കുന്നു. ഭഗവദ്ധ്യാനം ഭവത്സാരൂപ്യം സമ്പാദിക്കുന്നതിന് കാരണമാകുന്നു എന്നത് വേട്ടാളൻ എന്ന ഗുരുവിൽ നിന്നും ഞാൻ പഠിക്കും. വേട്ടാളൻ അവൻ്റെ കൂട്ടിൽ നിക്ഷേപിക്കുന്ന പുഴു വേട്ടാളനെ തന്നെ ധ്യാനിച്ച് അവസാനം ചിറകുമുളച്ച് വേട്ടാളൻ്റെ രൂപത്തിൽ തന്നെ കൂട് പൊട്ടി പുറത്തു വരുന്നു. മരണാനന്തരം അന്യജന്തുക്കൾ ഭക്ഷിച്ചാൽ മലമായും അഗ്നിയാൽ ദഹിക്കപ്പെട്ടാൽ ഭസ്മമായും പോകുന്ന ഈ ശരീരവും വൈരാഗ്യ വിവേകങ്ങൾ ജനിപ്പിക്കുന്ന ഒരു ഗുരുവാണ്. നാനാതരം രോഗങ്ങളാൽ പീഡിതമായ എൻ്റെ ദേഹമാകട്ടെ വിശേഷിച്ചും വിവേകവൈരാഗ്യങ്ങളെ ദാനം ചെയ്യുന്നു. അല്ലയോ ഗുരുവായൂരപ്പ, ചിന്തിച്ചാൽ വിവേകവൈരാഗ്യങ്ങൾ ജനിപ്പിക്കുവാൻ തക്കവണ്ണം രോഗഗ്രസ്തമായിരിക്കുന്ന ഈ ദേഹത്തിൽ എനിക്ക് വലിയ മോഹം ഭവിക്കുന്നു എന്നത് അത്യാശ്ചര്യകരമായിരിക്കുന്നു. ഈ ദേഹമോഹത്തെ അങ്ങ് കളഞ്ഞു തരേണമേ. ദേഹത്തിലുള്ള സ്നേഹം കൊണ്ട് ജനങ്ങൾ ഗൃഹം, ധനം, കളത്രം, മിത്രം, മക്കൾ ഇത്യാദികളിൽ ആസക്തമായ മനസ്സോടെ നിൻ തിരുവടിയെ മറന്നുപോകുന്നു. ആ ദേഹമാകട്ടെ മരണശേഷം അഗ്നിക്കോ ശ്വാക്കൾക്കോ ഭക്ഷണമായി തീരുന്നു. ജീവിച്ചിരിക്കുമ്പോൾ ഇന്ദ്രിയാധിഷ്ഠാന ദേവതകളായ സൂര്യാദികൾ അവരവരുടെ വിഷയങ്ങളിലേക്ക് അവർക്കധീനമായിരിക്കുന്ന ഈ ശരീരത്തെ ആകർഷിക്കുന്നു. ഒരു ദേവതയും പരമാത്മാവായ അങ്ങയുടെ സമീപത്തിലേക്ക് ആകർഷിക്കുന്നില്ല. ദുർവാരോ ദേഹമോഹോ യതി പുനരധുനാ തർഹി നിശേഷരോഗാൽ ഹൃത്വാ ഭക്തിം ദൃഢിശാം ഗുരു തവ പദപങ്കേരുഹേ പങ്കജാക്ഷ നൂനം നാനാഭവാന്തേ സമധിഗതമിമം മുക്തിദം വിപ്രദേഹം ക്ഷുദ്രേഹാഹന്ത മാമാക്ഷിപ വിഷയരസേ പാഹി മാം മാരുതേശ. എൻ്റെ ഈ ദേഹമോഹം തടുക്കുവാനാവാത്തതാണെങ്കിൽ അല്ലയോ പങ്കജലോചന, എൻ്റെ ശാരീരികമായ വാദാദി രോഗങ്ങളെയും ആന്തരികമായ രാഗാദി രോഗങ്ങളെയും അകറ്റി സുദൃഢമായ ഭക്തിയെ തന്ന് അനുഗ്രഹിച്ചാലും നാനാപ്രകാരേണയുള്ള പല ജന്മങ്ങൾക്കു ശേഷം എനിക്കു കൈവന്ന ഈ ബ്രാഹ്മണദേഹത്തെ വിഷയരസത്തിലേക്ക് തള്ളിവിടരുതേ. എൻ്റെ ഗുരുവായൂരപ്പ, എന്നെ കാത്തുരക്ഷിച്ചാലും. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ.